നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിന്റെ പേരാണ് ദ ബേബി ഇൻ യെല്ലോ. ഇത് ബേസിക്കലി ഒരു ഹൊറർ ഗെയിമാണ്. ഇതിൽ നമ്മൾ ഒരു വീട്ടിലൊരു ചേട്ടനും അനിയനും അങ്ങനെ എന്തോ ആണ്. നമുക്കൊരു ബേബി ഉണ്ട്. നമുക്കൊരു ബേബി എന്ന് വെച്ചാൽ അതിൽ ക്യാരക്ടറിനൊരു ബേബി ഉണ്ട്. ആ ബേബീനെ നമ്മൾ നോക്കുക എന്നതാണ് നമ്മുടെ പരിപാടി. പക്ഷെ ആ ബേബി ഒരു പക്കാ ഭൂതമാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ 1 ഗെയിം പ്ലേ ഇവിടെ തുടങ്ങാൻ പോകണം. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് കൊടുക്കാം. നൈറ്റ് 1 ദ സിറ്റർ ഇറ്റ്സ് ടൈം ഫോർ ബെഡ് ദ ചൈൽഡ് ഈസ് ദാറ്റ് വാട്ട് യു തിങ്ക്. ഓക്കെ ഗൈസ്, നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ഗൈസ് ഇതാണ് ഗൈസ് നൈറ്റ് 1. ഇതാണ് നമ്മുടെ സ്ഥലം. ദോ ബേബി അവിടെ ടേബിളിൽ ഇരിപ്പുണ്ട്. ഈ ബോക്സ് തുറക്കണമെങ്കിൽ നമ്മൾ 6 സോൾസ് ചെയ്യണം. ഗൈസ് അവിടെ എന്തൊരു പൂച്ച. ഗൈസ് ഇതാണ് സോള്. The soul trapped by baby in yellow has been set free. പക്ഷേ ഇത് മറ്റേ ജട്ടിയൊക്കെ മാറ്റുന്ന സ്ഥലമാണ്. പക്ഷേ അവിടെ ആദ്യത്തെ ടാസ്ക് ഫീഡ് ദി ബേബി ഗെറ്റ് ദ ബോട്ടിൽ ഫ്രം ദി ഫ്രിഡ്ജ്. സോ ഒരു മുട്ടയൊക്കെ വീണ് താഴെ പൊട്ടിയിട്ടുണ്ട്. നമുക്കൊരു മുട്ട എടുക്കാം. പിന്നെ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെയാണ് ബോട്ടിലുള്ളത്. നമുക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ബോട്ടിൽ എടുക്കണം. എന്നിട്ട് നമുക്ക് ചെന്നിട്ട് ഈ ബേബീനെ കൊടുക്കാം. കണ്ടോ, ഉണ്ടക്കണ്ണൻ ബേബിയാണ്. ബേബി എന്തോ ബേബിയാണ്. ബേബി നിക്കറി ചട്ടിയിൽ മുള്ളി ഇതിനെ പെട്ടെന്ന് കൊണ്ടാക്കിയില്ലെങ്കിലുള്ള പൊട്ടിത്തെറിക്കും. ചേഞ്ചിങ് ടേബിളിൽ കൊണ്ടുപോകാനാണ് പറയണത്. ഇവിടെയാണ് നാപ്പി ഇരിപ്പുണ്ട്. നമുക്ക് ചേഞ്ചിങ് ടേബിളിൽ കൊണ്ട് ഇടാം. നമുക്ക് പെട്ടെന്ന് മാറ്റണം ഗൈസ്. ചട്ടി എടുത്തിട്ട് ഇപ്പോൾ പോകണം. നമുക്ക് പെട്ടെന്ന് മാറ്റണം. ബേബി എവിടെ? ഇതിവിടെ സോളുണ്ട്. ബേബി ഇവിടെ ഇരുന്ന ബേബി അതിനിടയ്ക്ക് അവിടെ എത്തി. ഈ ബേബി പക്കാ ഭൂതം. കറക്റ്റ് ഗൈസ്. പുട്ട് ദ ബേബി ടു ദ ബെഡ്. ബെഡ് മുകളിലായിരിക്കും ഗൈസ്. നമുക്ക് മുകളിലോട്ട് പോവാം. ബെഡിൽ കൊണ്ടു കിടത്താണെന്ന് പറയണേ. ഇത് ലോക്ക്ഡാണ്. സോറി, ബേബീനെ താഴെ ഇട്ടു. പക്ഷേ ഈ ബേബിക്കൊന്നും പറ്റുന്നില്ല. ഒരു മാനസിക ശക്തിയാണ്. ഇതാണോ പക്ഷേ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ, കുറച്ച് സംഭവങ്ങൾ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതല്ല ബെഡ്റൂം. ഓക്കെ, ഇതാണ് ഈ ബേബിക്ക് മാത്രമുള്ള റൂം. ഇതാണ് കോട്ട്. നമുക്ക് ഈ കോട്ടിലോട്ട് എടുത്തിടാം ബേബീനെ. ഫൈൻഡ് ദി സ്റ്റോറി ബുക്ക് ആൻഡ് സിറ്റ് ഡൗൺ. ഒരു സ്റ്റോറി ബുക്ക്, ദ പ്രിൻസ് ആൻഡ് ദി ക്യാറ്റ് എന്ന് പറയുന്ന സ്റ്റോറി ബുക്ക് ഉണ്ട്. ഇത് നമുക്ക് എടുത്ത് സിറ്റ് ഡൗൺ. നമ്മൾ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ പ്രിൻസ് ആൻഡ് ദി ക്യാറ്റ് അക്രോസ് ദി ഷോർ ഇൻ ഡിസ്റ്റന്റ് ലാൻഡ്സ് വിത്ത് ഡാർക്ക് സ്റ്റാർസ് ഓവർഹെഡ്. നിങ്ങൾ പറഞ്ഞു. The prince was fast asleep until ഇത് ഈ കുട്ടിക്ക് പറയുന്ന ഒരു ക്യാറ്റിന്റെ സ്റ്റോറിയാണ്. ഇപ്പൊ ഈ സ്റ്റോറി എപ്പോ പറയുന്നതിന്റെ ആവശ്യം എന്താണെന്ന് എനിക്കറിയില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ എന്തെങ്കിലും ഗെയിമിൽ കാണും. ഇതൊരു ഹൊറർ ഗെയിമാണ്. അപ്പൊ അത് എങ്ങനെയായിരിക്കും നമുക്ക് അറിയത്തില്ല. മതി മാറ്റണം. They walked past the fabulous flowing fountain. But the prince didn't like the garden and started kicking down the trees. He dug up flowers. ഈ കഥ പറയുന്നത് ഒരു ബേബിയും ഒരു പ്രിൻസും. ഇതാണ് പ്രിൻസ്. ഈ ഒരു ബേബി ഒരു പ്രിൻസ് അവിടെ പോയപ്പോ ഗാർഡൻ ഈ പ്രിൻസിനെ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഈ പ്രിൻസ് അത് ഫുള്ള് അടിച്ച് നശിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ഇതിന് ക്യാറ്റിന് പേടിയാ. അപ്പൊ ഇത്രയാണ് കഥ. അടുത്തത് ലീവ് ആൻഡ് ക്ലോസ് ദി ഡോർ. ബേബി ഉറങ്ങിയിട്ടുണ്ട്. ഉറങ്ങുന്നതാണ് നല്ലത്. എണീച്ചാൽ നമുക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. വെയിറ്റ് ഫോർ പാരൻസ് വാച്ച് TV ഓൺ സോഫ. പാരൻസിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മുടെ പാരൻസിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ TV കാണണം സോഫയിലിരുന്ന്. നമുക്ക് ചില്ല് ഓൺ സോഫ. നമ്മൾ ചില്ല് ചെയ്യാൻ പോകണം. നമ്മൾ ഉറങ്ങുകയാണെന്നാണ് തോന്നുന്നത് അവിടെ ഇരുന്ന്. ബേബി കരയുന്ന കേട്ടു. സെറ്റിൽ ബേബി. ബേബി മോളിൽ നിന്ന് കരയണുണ്ട്. ഇവിടെ എന്തോ ബാസ്കറ്റ് ബോളിൻ്റെ സംഭവം ഇടാൻ വേണ്ടി ഉണ്ട്. 0 എന്ന് പറഞ്ഞ കൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ബേബി മോളിൽ നിന്ന് കരയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബേബീനെ സെറ്റിൽ ചെയ്യാം. അല്ലെങ്കിൽ ബേബി ഭയങ്കര ബേബീനെ കാണാനില്ല. ബേബി എവിടെയോ മാഞ്ഞു എന്നാ തോന്നണേ. ബേബീനിടയ്ക്ക് ഇവിടെ വന്നു നമ്മൾ മോളിൽ പോയപ്പോൾ. പുട്ട് ബേബി ടു ദ ബെഡ് അഗൈൻ. ബേബി ഭയങ്കര വിഷമത്തിലാണ്. ബേബിന് കണ്ണും മൊട്ടത്തലയും കാലിൽ എന്തൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ബേബിയുടെ. നമുക്ക് ബേബീനെ ഇവിടെ ഒന്നുകൂടെ കൊണ്ടിടാം. പുട്ട് ദ കറക്റ്റ് പ്ലുഷൈൻ. കരയാണ് ബേബി. പ്ലുഷൈൻ എന്താണെന്ന് അറിയില്ല. ഈ കിങ് പ്രൈസിന്റെ ഈ സംഭവമാണെന്നാണ് തോന്നണേ. അടിച്ച് തെറിപ്പിച്ചോളഞ്ഞ. അപ്പൊ ഈ സംഭവം അല്ല. ക്യാറ്റ് പ്ലുഷൈൻ. നമുക്ക് ഈ പ്ലുഷൈൻ കൊണ്ട് ഇട്ട് നോക്കാം. ഇവിടെ വേറെയും കുറെ പ്ലുഷൈൻസ് ഉണ്ട്. നമ്മൾ ക്യാറ്റ് പ്ലുഷൈൻസ് നമുക്ക് എന്തെങ്കിലും കൊണ്ട് ഇട്ട് നോക്കാം. അപ്പോൾ അത് സന്തോഷമാവും. നമുക്ക് നോക്കാം. അതൊരു സന്തോഷമായി. എനിക്ക് മനസ്സിലാവും കറക്റ്റ് പ്ലുഷൈൻ നമുക്ക് ഇങ്ങനെ നോക്കി കണ്ടുപിടിക്കുകയാണെന്നാണ് തോന്നുന്നത്.
ലീവ് ആൻഡ് ക്ലോസ് ചെയ്ത്. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്ത് നമുക്കിനി പിന്നെ നമുക്ക് ചില്ല് ഔട്ട് ചെയ്യാൻ പോവാം ഗൈസ്. അപ്പോൾ അത് പിന്നെയും കരയായിരിക്കും. നമ്മളപ്പോൾ പിന്നെയും ചില്ല് ചെയ്യാൻ പോവാണ്. പക്ഷെ അവിടെയൊക്കെ എന്തോ ഉണ്ട്, നമുക്ക് അവിടോട്ടൊക്കെ ഒന്ന് ചെന്ന് നോക്കി. ഇവിടെ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട് ക്ലീൻ അപ്പ് ഫുഡിന്. പക്ഷെ എല്ലാം വലിച്ചെടുക്കണ്. നമ്മൾ ഫ്രിഡ്ജ് തുറന്നിട്ടിട്ട് വന്നതൊക്കെ നമുക്ക് അടയ്ക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. നമുക്കിതിൻ്റെ കിച്ചണൊക്കെ ഇതൊക്കെ എടുത്ത് അടിച്ച് പൊട്ടിക്കാം. ഇതൊരു ഓവൻ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ പുറത്തുകൊണ്ട് ഇറങ്ങുമ്പോൾ അവിടെ അപ്പുറത്തെ ഇവിടെ കുറച്ച് ബുക്സ് ഉണ്ട്. നമുക്ക് സോഫയിൽ ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാം. നമ്മൾ പിന്നെ ഉറങ്ങി പോവാണ് ഗൈസ്. നമ്മൾ ഫുള്ളായിട്ട് ഉറങ്ങി. തീർന്ന ഇവിടെ വെച്ച്. ഇതാവുന്നതേ ഉള്ളൂ. അടുത്ത നൈറ്റ് 2. ദ ചൈൽഡ് ലാഫിംഗ് ലുക്ക് ഇസന്റ് ഇറ്റ് ഫണ്ണി. ദ സിറ്റർ ഐ ടോൾഡ് യു നോട്ട് ടു ഡു ദാറ്റ്. അപ്പം നൈറ്റ് 2 ആയിരിക്കുകയാണ്. നൈറ്റ് 1 നമ്മൾ കളിച്ചു. അടുത്തത് നൈറ്റ് 2 ഫീഡ് ബേബി ഗെറ്റ് ബോട്ടിൽ ഫ്രം ദി ഫ്രിഡ്ജ്. പിന്നെ നമ്മൾ ഈ ബേബീനെ ഫീഡ് ചെയ്യണം. പക്ഷെ നമ്മളങ്ങനെ ബോട്ടിൽ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഫൈൻഡ് ബോട്ടിൽ. പക്ഷെ ഫ്രിഡ്ജ് അടഞ്ഞ് നമ്മുടെ കതവ് ലോക്കഡായി ഗൈസ്. നമ്മുടെ കതവ് ലോക്കഡായി ഫ്രിഡ്ജും അടഞ്ഞു. ഫ്രിഡ്ജ് തുറന്ന് നോക്കാം. പക്ഷെ ഇവിടെ ബോട്ടിലില്ല ഗൈസ്. നമുക്ക് ഇവിടെ എല്ലായിടത്തും നോക്കാം. ബേബി ഇവിടെ ഓവനിലൊക്കെ കൊണ്ട് ബോട്ടിൽ വെച്ചേക്കും. ബേബി മഹാപെശകാണ് ഗൈസ്. നമുക്ക് ഇവിടെ എല്ലായിടത്തും നോക്കാം. ഇവിടെ ഒന്നും ബോട്ടിൽ കാണാനില്ല. ഒരു ബോട്ടിൽ നമുക്ക് ഇവിടെ കിട്ടി. പറക്കണ ബോട്ടിൽ. ഗീവ് ദ ബോട്ടിൽ ടു ദി ബേബി. ബേബി ഭയങ്കര ആംഗ്രി ആയിട്ടിരിക്കുകയാണ്. ഇപ്പം ചിരിച്ചു ഗൈസ്. പിന്നെ നമ്മൾ ഇത് സാധിച്ചു ഗൈസ്. കാര്യം സാധിച്ചു. അപ്പം നമുക്ക് പിന്നെ ഇതിനെ മാറ്റാം. അല്ലെങ്കിൽ കുട്ടൻ ഭയങ്കര സീനാവും. പിന്നെ പറന്നു അല്ലേ. പിക്കപ്പ് നാപ്പി. നാപ്പിക്ക് കണ്ണൊന്ന് നാപ്പി തോക്കാണ്. ക്യാച്ച് നാപ്പി. ഈ നാപ്പിനെ പിടിക്കണമെന്നാണ് ഗൈസ് പറയണേ. നാപ്പി പിന്നെയും പോയി. ഈ നാപ്പിയെ നമ്മൾ പോകുന്നതിന് മുമ്പ് പിടിക്കണം. എവിടെ നാപ്പി മുകളിലിരിക്കുന്നു. പിന്നെയും പോയി ഗൈസ്. നമ്മുടെ മുകളിലാണ്. അല്ല മുകളിൽ എന്തെങ്കിലും പിടിക്കാനുള്ള സംഭവം കാണും. നാപ്പിയുടെ പുറകെ പോവാം നമുക്ക്. നാപ്പി എവിടെ? നാപ്പി പിന്നെയും പോണ്. ഈ റൂമിൽ വന്നിരിക്കുകയാണ് നാപ്പി. നാപ്പി അവിടെ ഇടിച്ചു വീണ് തലറങ്ങി വീണു. ഇതെന്താണ്? നോട്ട് ആൻ എമർജൻസി. അതെന്തോ എമർജൻസിക്കുള്ള സംഭവമാണ്. നാപ്പി തലറങ്ങി വീണ്. ഇത് എണീക്കുമ്പോൾ നമുക്ക് പെട്ടെന്നുണ്ട് ചെന്ന് ബേബിയുടെ അടുത്ത് കൊണ്ടുപോയി നാപ്പിയെ. ഇനി ബേബി മായായിട്ടൊന്നും പോയിട്ടില്ലല്ലോ. ഇല്ല ഗൈസ്, ബേബി അവിടെ തന്നെ ഉണ്ട്. ബേബി ചിരിച്ചു ഗൈസ്. ടേക്ക് ബേബി ടു ദി ബെഡ്. നമ്മൾ പിന്നെ ഇതിനെ ബെഡിൽ കിടത്താൻ പോവാണ്. ബേബിക്ക് എന്തോ പറ്റി ഗൈസ്? ബേബിയുടെ കണ്ണൊക്കെ ചുമന്നിട്ട്. ഈ ബേബിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ബേബി നെല്ലോ എന്നാണ് ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഈ ബേബി നെല്ലോ ഇത് തന്നെ ഇതിൻ്റെ പേര്. നമ്മളതിനെ പിന്നെ അതിൽ കൊണ്ട് കിടത്തി. ഫൈൻഡ് ദ സ്റ്റോറി ബുക്ക് ആൻഡ് സിറ്റ് ഡൗൺ. ഇത്തവണ ദ പ്രിൻസ് ആൻഡ് റാബിറ്റ് ആണ് ഗൈസ്. ഓ ഗൈസ്, എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു കഥ വായിച്ചത് ദ പ്രിൻസ് ആൻഡ് ക്യാറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ക്യാറ്റ് പ്ലൂഷൻ വെച്ചപ്പോൾ ഇന്ന് കരച്ചിലെത്തിയത്. അപ്പോൾ ഇത്തവണ നമ്മുടെ റാബിറ്റ് ഉണ്ട്. അടുത്തൊരു ഷീപ്പും ഉണ്ട്. അപ്പോൾ ഈ റാബിറ്റ് വരുമ്പോൾ ഇതിൻ്റെ ഒന്ന് നിർത്തുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കും ഈ സ്റ്റോറി ബുക്കായിട്ട് ബന്ധപ്പെട്ടത്. പക്ഷെ നേരത്തെ കണ്ട അതേ പ്രിൻസസ് തന്നെയാണ് ഇതും. നമുക്ക് ഇതിങ്ങനെ മാറ്റി മാറ്റി പോവാം. ഇതിനൊന്നും ആവശ്യമില്ല. പക്ഷെ ബേബി അത് തട്ടിക്കളഞ്ഞുകൊണ്ട് കരയാണ്. ഫൈൻഡ് ദ കറക്റ്റ് പ്ലൂഷൻ. എനിക്ക് മനസ്സിലായി, റാബിറ്റിൻ്റെ പ്ലൂഷനാണ്. എവിടെ പോയി? അപ്പോൾ ഈ റാബിറ്റിൻ്റെ പ്ലൂഷനാണ് നമ്മൾ ഇതിൻ്റെ കോട്ടിൻ്റെ അകത്തോട്ട് എടുത്തിടേണ്ടത്. എന്നിട്ട് നമുക്ക് പിക്കപ്പ് ദി റാബിറ്റ്. കണ്ടിന്യൂ റീഡിങ്. നമുക്ക് ഒന്നുകൂടി ഇരുന്ന് റീഡ് ചെയ്യാം. ഇതൊന്നും ആവശ്യമില്ല. ഇതൊക്കെ മാറ്റി മാറ്റി ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കഥ തീർന്ന് ഇനി നമ്മൾ പിന്നെ ഉറങ്ങി. 2 പേര് ചുമ്മാ മറിച്ചപ്പോൾ അതങ്ങ് കിടന്ന് ഉറങ്ങി. പിന്നെ നമ്മൾ വാച്ച് TV ഓൺ സോഫ. അപ്പോൾ നമ്മൾ പിന്നെ സോഫയിൽ ഇരുന്ന് TV കാണാൻ പോവാണ്. ഹൂസ് അറ്റ് ദി ഡോർ. ഡോറിൽ ആരോ വന്നു. ആരാണെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് ഈ ഡോറ് ഓപ്പൺ ചെയ്ത് നമുക്ക് പുറത്തോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ എന്തോ ഒരു സംഭവം. പക്ഷെ ഇതെന്താണ് ഈ സ്മോളിലോട്ട്? നമുക്ക് ഇത് ലോഞ്ച് ടേബിളിൽ വെക്കാം. ടോസ്റ്റ്
ടോസ്റ്റി 4000 എന്നാണ് ഗൈസ് അതിൻ്റെ പേര്. ഇവിടെ മുകളിലോട്ട് എന്താ പോയിട്ടുണ്ട്. ഫൈനലി സം പീസ് ടു വാച്ച് TV. പക്ഷെ നമുക്ക് ആദ്യം മുകളിലോട്ട് എന്താണെന്ന് നോക്കണം. പക്ഷെ ഇതിൽ തുറക്കാൻ പറ്റുന്നില്ല, ഇങ്ങോട്ടാണ് വരുന്നത്. ഈ റൂമിൽ നമുക്ക് നോക്കാം. അവിടെ എന്തോ നീല കളറിലുണ്ട്, അതൊരു റേഡിയോ ടൈപ്പ് സംഭവമാണ്. പിന്നെ ഇവിടെ എന്തോ ബുക്കും ഉണ്ട്. നമുക്ക് ഡോറ് ക്ലോസ് ചെയ്യാം, അല്ലെ വേണ്ട ഓപ്പൺ ചെയ്തിടാം. വല്ല ആവശ്യം വന്നിറങ്ങി ഓടണ്ടേ. നമുക്ക് പിന്നെ നമ്മൾ സോഫയിൽ ഇരുന്ന് ചില്ലാവാൻ പോവാണ്. നമ്മൾ പിന്നെ ഇറങ്ങി ഗൈസ്. ഇപ്പം നൈറ്റ് 2 ഇവിടെ കഴിഞ്ഞെന്നാണ് തോന്നണേ. ഇതിൽ 3 ചാപ്റ്റേഴ്സാണ് യെല്ലോ ഇൻ ബേബി ഇതുവരെ ഇറങ്ങിയിട്ടുള്ളത്. നമുക്ക് ആ 3 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഉറപ്പ്. അപ്പോൾ ഇത്തവണ ഈ വീഡിയോ നമ്മൾ ഒരു ചാപ്റ്റർ എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ ഈ ഒരു ചാപ്റ്റർ അപ്പോൾ തീരുമെന്ന് നമുക്കറിയില്ല, കുറേ കാണും. നൈറ്റ് 3 ദ സിറ്റർ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ദ ചൈൽഡ് ഐ വിൽ ഷോ യു മൈ ഡ്രീംസ്. ഈ ചൈൽഡ് മഹാപെശകാണ്. നമ്മൾ പിന്നെ വാച്ച് TV ഓൺ സോഫ ചില്ല ഔട്ട്. നമ്മൾ 3 സ്റ്റോളും കൂടെ വെച്ചാൽ നമുക്കത് ചെയ്യാം. പക്ഷെ നമുക്ക് ഗോ അപ്സൈഡ് സെറ്റിൽ ബേബി കരയുന്നു കേസ്. ഈ ബേബീനെ നോക്കുന്നതന്നെയാണ് പണി. നമ്മളപ്പോൾ സിറ്ററാണെന്നാണ് തോന്നുന്നത്. ഈ ഗെയിമിൽ നമ്മളൊരു സിറ്ററാണെന്ന് തോന്നുന്നത്. സെറ്റിൽ ബേബി ലീവ് ആൻഡ് ക്ലോസ് ദി ഡോർ. ബേബിയുടെ മുഖമൊക്കെ കണ്ടിട്ട് മഹാപെശകായിട്ട് തോന്നുന്നു. ഫൈൻഡ് സംതിങ് ടു ഈറ്റ് പെർഹാപ്സ് ചീസ് ടോസ്റ്റി എനിക്ക് തോന്നുന്നത് കിച്ചണിൽ. ഗൈസ് ഇന്നലെ കൊണ്ടുവന്ന ടോസ്റ്റി മേക്കർ ഇവിടെ ഉണ്ട്. ക്ലീനപ്പ് ഫുഡ് എടുക്കാം. ടോസ്റ്റി മേക്കർ. അപ്പോൾ ഇതിലായിരിക്കും നമുക്ക് ചീസ് ടോസ്റ്റി. കണ്ടോ, ഇതിലാണ് ടോസ്റ്റി മേക്കർ. അപ്പോൾ ഇതിൽ ചീസ് ടോസ്റ്റിക്ക് വേണ്ടി നമുക്ക് ഒരു ബ്രെഡ് എടുത്ത് വയ്ക്കാം. എന്നോടാണ് കളി, കുക്കിൻ്റെ അടുത്താണ് കളി. നമുക്ക് ഇത് തുറന്നിട്ട് ഫസ്റ്റ് നമുക്കൊരു ചീസിന് പകരം ഒരു തക്കാളി എടുത്ത് വയ്ക്കാം. നമ്മളൊരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു എഗ്ഗ് എടുത്ത് വെച്ച് അവിടെ പൊട്ടിക്കാം. പക്ഷേ എഗ്ഗ് തറയിലാണ് പൊട്ടണത്, അതിൽ പൊട്ടണില്ല. എഗ്ഗ് കൊണ്ടൊരു ഉപയോഗമില്ല. നമുക്കടുത്തൊരു ടൊമാറ്റോ എടുത്ത് വയ്ക്കാം. നമ്മുടെ ഒരു ബർഗറും സാൻഡ്വിച്ചൊക്കെ പോലെ നമ്മൾ കിടിലായിട്ട് ഉണ്ടാക്കാൻ പോവാണ്. അടുത്ത നമുക്കൊരു ചീസ് എടുത്ത് വയ്ക്കാം. ചീസ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ടോസ്റ്റ് റെഡിയാക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത നമുക്ക് ഒരു ഇതെന്താ സംഭവം, ഇതെന്താണെന്ന് എനിക്കറിയില്ല. വെച്ച് തുടങ്ങുന്ന എന്തോ സംഭവമാണ്. നമുക്ക് അടുത്ത ഒരു മഷ്റൂം എടുത്ത് വയ്ക്കാം. ഇത് മഷ്റൂം പേപ്പർ പോലെ വരുന്നു പോയി. നമുക്ക് ഇവിടെ എന്തോ എനിക്കിതൊരു സംഭവങ്ങൾ ഇഷ്ടമല്ല. എന്നിട്ട് ഒരു ബ്രെഡും കൂടെ വെച്ച് നമുക്ക് മേക്ക് ടോസ്റ്റി. നമ്മൾ ടോസ്റ്റി മേക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് തിന്നാൻ സംഭവം കിട്ടും. ഇത് പൊട്ടിത്തെറിച്ച് നമ്മൾ ഇത്തിരി ബേബി ടെറർ എന്നാണ് തോന്നുന്നത്. ഫീഡ് ദി ബേബി മോൺസ്റ്റർ. മോനെ, പക്ഷെ ഫ്രിഡ്ജിൻ്റെ ഡോർ അങ്ങെത്തി. നമുക്ക് ബോട്ടിൽ എടുത്ത് പെട്ടെന്ന് പോവാം. പെട്ടെന്ന് പോയിട്ട് നമുക്ക് ബേബി മോൺസ്റ്റർ. മോനെ ഗൈസ്, ഇവിടെ ഒന്നൊരു ഡോറ് തുറന്നു ഗൈസ്. അങ്ങോട്ടൊരു വഴിയാണ്, ഇങ്ങോട്ടൊരു വഴിയാണ്. നമുക്ക് ഇങ്ങോട്ട് വഴിയിൽ പോയിട്ട് നോക്കാം. ഇവിടെ അടച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് പോയി നോക്കാം. ഇതെന്തോ പസിലാണ്. നമുക്ക് ഇവിടെ ഓപ്പൺ. നമ്മളങ്ങനെ ഫ്രിഡ്ജിൻ്റെ അകത്തൂടെ പുറത്തെത്തി. ശരിയാ, ഫ്രിഡ്ജിനകത്തോട്ട് നമ്മൾ പുറത്തെത്തി. നമുക്കതിന് നമ്മൾ ഫീഡ് ദി ബേബി മോൺസ്റ്റർ. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മളെ തിരിച്ചു പോകണം. ബേബി മോൺസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട് ഭയങ്കര ദേഷ്യത്തിൽ. ഇപ്പോൾ അത് ചിരിച്ചു. ചേഞ്ചിങ് ടേബിൾ. നമ്മൾ പിന്നെ ചേഞ്ച് ചെയ്യാൻ പോകണം. ഈ സംഭവങ്ങളൊക്കെ ചെറുതായിട്ട് മാഞ്ഞ് വരുന്നതാണ് ഗൈസ്. ഇത് പിന്നെയും കൂടണം ഗൈസ്. ഇവിടുത്തെ കളറും ബാക്ക്ഗ്രൗണ്ട് നിറവും എല്ലാം മാറി ഗൈസ്. ഈ ബേബി ടെററാണ്. ബാ ബേബി, കുട്ടനെ പെട്ടെന്ന് ചെയ്യുന്നു. നീ ഇതൊന്നും ഹാപ്പി പറഞ്ഞു പോകത്തൊന്നുമില്ലല്ലോ. ഇല്ല, എന്തായാലും ഒരു പ്രാവശ്യം ചെയ്താലും പിന്നെ എൻ്റെ മോനെ. ബേബിയുടെ മുഖം മാറിയുള്ള കേട്ടോ. ഇതെന്താ സംഭവിക്കണ? ഇത് ബേബിയൊന്നും അല്ല, നമ്മളെ ഇത് ഇടിക്കുകയാണ് ഗൈസ്. ബ്രേക്ക് എമർജൻസി കാർഡ് സബ്സ്റ്റേഷൻ ഞാൻ കണ്ടിരുന്നു. നോട്ട് ആൻഡ് എമർജൻസി എന്നൊക്കെ നമ്മൾ വായിച്ചിരുന്നു. നമുക്കത് മേളിൽ പെട്ടെന്ന് പോവാം. നമ്മളത് ഇടിക്കുകയാണ് ഒരു സംഭവം. ഇവിടെ അല്ല ഈ എമർജൻസി ക്ലാസ് ഇതിൻ്റെ മോനെ. അലമാരിക്കകത്തൊക്കെ ഇറങ്ങുന്നു ബ്രേക്ക് ഗ്ലാസ്.
പെസിഫയർ എനിക്കറിയാം ഇത് മറ്റേ നിപ്പിൾ ടൈപ്പ് സംഭവമാണ്. ഇതുകൊണ്ടായി ബേബി മോൺസ്റ്റർ കളിക്കണല്ലേ ചത്തുവും ഗൈസ്. തെറിച്ചു പോയി ഗൈസ്. ബേബിയൊക്കെ തെറിച്ചു പോയി. ഡോറിനിടയ്ക്ക് കുടുങ്ങിയിരുന്നു. നീ കുറച്ചു നേരം അവിടെ കടാ ഭയങ്കര ഇതാളല്ലേ. സോ ഉറങ്ങി ഗൈസ്. ടേക്ക് ബേബി ടു ദി ബെഡ്. എന്നിട്ട് സിറ്ററിന് ലീവ് ചെയ്യാൻ തോന്നുന്നില്ല. സിറ്റർ ഇതിന്റെ കൂടെ തന്നെ ഇരിക്കുകയാണ്. ഇതിനെപ്പോഴേ ചാടി പോവായിരുന്നു. എന്തോ സംഭവിച്ചു ഗൈസ്. ഒരു ബുക്ക് കാണിച്ചു ഈ ബേബി. ബേബി എവിടെയാണ് ഇരിക്കുന്നത് അറിയില്ല. പുട്ട് ബേബി ടു സ്ലീപ്പ്. സെറ്റിൽ ബേബി. ഇവിടെ ഫുള്ള് സീനാക്കി വെച്ചിരിക്കുകയാണ് ബേബി. നമുക്ക് ഈ ബേബീനെ കോട്ടിലിടാം. എന്നിട്ട് പുട്ട് കറക്റ്റ് പ്ലൂഷൻ. ആ ബുക്കിൽ കാണിച്ചിരുന്ന ഷീപ്പാണെന്നാണ് തോന്നുന്നത്. ലാസ്റ്റ് പിന്നെ ഇതാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതെടുത്ത് കോട്ടിലിടാം. ഓക്കെ, സ്റ്റോറി ബുക്ക് ദ പ്രിൻസ് ആൻഡ് ദി ഷീപ്പ്. നമ്മളിപ്പോൾ മൂന്നാമത്തെ സ്റ്റോറി ബുക്കാണ് വായിക്കണത്. ഷീപ്പ്, ക്യാറ്റ്, ഷീപ്പ്, ഇത്. നമ്മളിപ്പോൾ കളിക്കുന്ന ചാപ്റ്റർ ഏതാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കളിക്കുന്ന ചാപ്റ്റർ ആണ് ഷീപ്പ്. ഷീപ്പ്. നമ്മളിപ്പോൾ കളിക്കുന്ന ഷീപ്പാണെന്നാണ് പറയുന്നത്. ഹോസ്റ്റർ ഹോസ്റ്റർ ഹോസ്റ്റർ. 3 പ്ലൂഷന് ജീവൻ വന്നു. എന്താണ് ഇവിടെ സംഭവിക്കണമെന്ന് ഒന്നും പിടിയൂല്ല. ഇത് സ്ലെൻഡർമാനെ പോലെയാണ് ഇരിക്കുന്നത്. നമ്മളെവിടെ വലിച്ചുകൊണ്ട് പോവാണ് ഈ ബേബി. ബേബി ഭയങ്കര ടെററാണ്. എന്താ പറ്റി? ഗുഡ് നൈറ്റ്. ഇതാണ് അതിന്റെ എൻഡിങ്. ഗുഡ് നൈറ്റ് എന്നാണ് വന്നിരിക്കണേ. അപ്പോൾ ഇത് മാസമായിട്ട് വന്നിരിക്കുകയാണ്. നമുക്കിനി എന്ത് സംഭവിക്കുമെന്ന് ഒരു പിടുത്തവും ഇല്ല. അതാവുന്നതേ ഉള്ളൂ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇതൊക്കെ എടുക്കുന്ന ഇൻഷോട്ടിലാണ്. അതൊരു കിടില ആപ്പാണ്. അപ്പം നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് മൊബൈലിൽ കളിയുന്ന ഗെയിംസൊക്കെ നമുക്ക് അതിൽ എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റും. അപ്പം നിങ്ങളൊക്കെ ഇതുപോലത്തെയൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് അതിൽ എഡിറ്റ് ചെയ്യാൻ ഇടാൻ പറ്റും. ഓക്കെ, ഇറ്റ്സ് മോർ നൗ അനദർ. അപ്പം ഇത് തീർന്നിട്ടില്ല. നമ്മൾ പുറത്തെത്തിയിരിക്കുകയാണ്. എൻ്റർ ദി അപ്പാർട്ട്മെൻറ്റ്. നമ്മൾ അതിനോ അപ്പാർട്ട്മെൻറ്റിൽ കയറണം എന്നാണ് പറയണേ. ഇവിടെ ഒന്നുമല്ല, ഇതതിൻ്റെ പുറത്തുള്ള വഴിയാണ്. ഇവിടെ ഒരു ലിഫ്റ്റൊക്കെ ഉണ്ട്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. ഡോണ്ട് ഗോ അപ്സ്റ്റേഴ്സ്. അപ്സ്റ്റേഴ്സിൽ പോവല്ല എന്നാണ് പറയണത്. പിന്നെ നമ്മളിവിടെ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല ഇവിടെ. വേറെ ടാസ്ക് ഒന്നുമില്ല. എന്തായാലും നമുക്ക് അപ്സ്റ്റേഴ്സിൽ പോവാം. അപ്പം അവർ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തായാലും നമ്മളങ്ങനെ പറഞ്ഞാൽ കേൾക്കുന്ന ടൈപ്പൊന്നുമില്ല. ഫോളോ ഒരു വൈറ്റ് റാബിറ്റ്. പക്ഷേ ഈ വൈറ്റ് റാബിറ്റ് ചിഹ്നം ഫോളോ ചെയ്യണമെങ്കിൽ അത് ഭയങ്കര ടെററായിട്ട് എന്തോ സംഭവിക്കുകയാണ്. നമ്മളിത് പുറത്തോട്ടാണ് കൊണ്ടുപോകണേ. വൈറ്റ് റാബിറ്റ് അങ്ങോട്ടാണ് പോകണമെന്നാണ് തോന്നുന്നത്. ഇവിടെ ആയിട്ട് സ്ഥലമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് തന്നെ പോയി നോക്കാം. പക്ഷെ ലിഫ്റ്റിൽ കയറാനാണ് പറയണേ. കാൾ എലിവേറ്റർ. ഈ എലിവേറ്റർ വെച്ചൊന്നോ ബേബി എന്ത് ചെയ്യുന്നു ഒരു പിടുത്തവും ഇല്ല. എലിവേറ്റർ എത്തി. നമ്മളകത്ത് കയറിയാത്ത ചിഹ്നം ഇറ്റ് വാണ്ട്സ് ടു ലീവ്. അത് പ്ലൂഷനല്ലേ? പ്രസ് ടു ഡിസ്കൻ. നമ്മളിത് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ലിഫ്റ്റിലൊക്കെ പെട്ട് ഇരിക്കുകയാണ്. കഴിഞ്ഞോ? ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഇതുപോലത്തെ കിടക്കാച്ചി ഹൊറർ ഗെയിം വീഡിയോസും കുറേ വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരും. അപ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്റർ 2 നമ്മളെ വീഡിയോ എന്തായാലും കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ബൈ.